ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന മാഗി ക്യൂബ് ഉണ്ടല്ലോ, നമ്മൾ മന്തിയിലൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്നത്. അതെങ്ങനെയാണ് സിമ്പിളായിട്ട് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കാണാം. വെറും 15 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എല്ലോടുള്ള പീസ് എടുക്കുക, അല്ലെങ്കിൽ ബ്രസ്റ്റ് പീസ് എടുക്കുക, എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അതിലേക്ക് ഞാൻ ഒരു സവാള അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു സവാള ആയിട്ട് ഒരു കുറച്ച് വണ്ണുള്ളൊരു പീസ്, അതുപോലെ തന്നെ ഒരു ക്യാരറ്റ് കേട്ടോ, ചെറുതായാലും വലുതായൊക്കെ ഒരു ക്യാരറ്റ്, പിന്നെ കുറച്ച് ക്യാപ്സിക്കം, ഒരു 5-8 പീസ് ക്യാപ്സിക്കം, ഒരു തക്കാളിയും, ഒരു 3 അല്ലി വെളുത്തുള്ളിയും, ഒരു ചെറിയ പീസ് ഇഞ്ചിയും, ഇതെല്ലാം ചേർത്ത് കൊടുക്കുക. വെജിറ്റബിൾസൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ചെറിയ ജീരകം, ഒരു 5-6 ഏലക്ക, അതുപോലെ തന്നെ കുറച്ച് പെരുംജീരകം, ചെറിയ ജീരകം ഓരോരോ ടീസ്പൂൺ ഉണ്ടാവും കേട്ടോ. പിന്നെ കുറച്ച് മല്ലി, അതുപോലെ തന്നെ ഗ്രാമ്പു, കുറച്ച് പട്ട, ഇതൊക്കെ ചേർത്തിട്ട് ഈ വെജിറ്റബിൾസും ചിക്കനൊക്കെ ഒന്ന് മുങ്ങി നിൽക്കാനുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതിന് കണക്കായിട്ട് മതി. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞളും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. കൈവച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു 5, 6, 7 എത്ര വിസിൽ വേണമെങ്കിലും വന്നു പോട്ടെ. വെള്ളം വറ്റി അധികം വറ്റാത്ത രീതിയിൽ നമുക്കൊരു 5-6 വിസിൽ അടിച്ചെടുക്കാം. വിസിൽ 1, 2 കൂടിപ്പോയി എന്ന് വിചാരിച്ചിട്ട് പ്രശ്നമാക്കുമെന്ന് വേണ്ട. കാരണം ഇത് അത്രത്തോളം അടിഞ്ഞ് കിട്ടുമോ അത്രത്തോളം നമുക്കത് അടിച്ചെടുക്കുക വേണ്ടത്. അപ്പോൾ ഞാൻ ഒരു 7 വിസിൽ വരെ വരച്ചിട്ടുണ്ട്. എന്നിട്ട് തുറന്ന് നോക്കിയത് കേട്ടോ. ചൂടക്കം ഏകദേശം പോയിന്. അപ്പോൾ ഞാനിതാ ഇതുപോലെ തന്നെ ഒരു തവി വെച്ചിട്ട് നല്ലോണം അത് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെല്ലാം ആണെങ്കിൽ മന്തൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ മന്ത് വെച്ചിട്ട് നല്ലപോലെ അടിച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ സ്മാഷർ ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ടൊക്കെ നല്ലപോലെ അടിച്ചെടുത്താൽ മതി. എന്നിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് ഞാനൊരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് 2 ഭാഗങ്ങളായിട്ട് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ അരിച്ചെടുക്കുക. ഞാൻ ആദ്യം ഒരു റൗണ്ട് അരിച്ചെടുക്കുന്നുണ്ട്, കുറച്ചിട്ടിട്ട് കേട്ടോ. എൻ്റെ അരിപ്പ ചെറിയതാണ്, വലിയ അരിപ്പയൊക്കെയെങ്കിൽ മൊത്തമായിട്ടിട്ട് നല്ലപോലെ ഇതുപോലെ ഞെക്കി തുണിയിലൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെങ്കിൽ അങ്ങനെ ചെയ്യുക. കയ്യിൽ വെച്ചിട്ട് പിഴിഞ്ഞെടുക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ അങ്ങനെ ചെയ്യുക കേട്ടോ. ഇതിൻ്റെ അകത്തേക്ക് ചെറിയ എന്തെങ്കിലും പീസോ കാര്യങ്ങളോ പോയെന്ന് വിചാരിച്ചിട്ട് പ്രശ്നമാക്കുകയൊന്നും വേണ്ട. ചിക്കൻ്റെ പീസൊക്കെ പോയാലൊന്നും പ്രശ്നമില്ല. വെജിറ്റബിൾസൊക്കെ വലിയ പോകാണ്ട് നോക്കട്ടാ. ഇനിയിപ്പോൾ ഞാനൊരു പാന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏതെങ്കിലും ഒരു ഓയിൽ ഒഴിക്കുക. വെളിച്ചെണ്ണയും ഒലിവൊന്നും ഒഴിച്ച് ചേർക്കണ്ട. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ചേർക്കുക. എണ്ണ ചെറുതായൊന്ന് ചൂടായി വരുമ്പം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ, 1/4 ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഞാൻ ഓരോന്നും ചേർക്കുന്നതിനെ മിക്സാക്കി എടുക്കുക ചെയ്യുന്നുട്ടാ. ഇതിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ആയിട്ടാണ് ചേർക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് 1 ടീസ്പൂണ് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി മിക്സാക്കിയിട്ട് അതിലേക്ക് നമ്മൾ അരിച്ച് വെച്ച ചിക്കൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ, അതങ്ങ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. നിങ്ങൾ എത്രത്തോളം അരിച്ചെടുത്തിനോ അത്രത്തോളം അതിൽ ഊറ്റി അങ്ങ് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കുണ്ടല്ലോ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ട് നല്ലപോലെ സാദാ പച്ചവെള്ളത്തിൽ മിക്സാക്കി എടുക്കട്ടെ. സാദാ പച്ചവെള്ളത്തിൽ തന്നെ മിക്സാക്കി എടുക്കാൻ നോക്കാം. ചൂടുവെള്ളമൊക്കെ ആകുമ്പോൾ വേഗം കട്ട പിടിക്കും. അതുപോലെ തന്നെ നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ ചിക്കൻ്റെ സ്റ്റോക്കിലേക്കും ഇത് ഇട്ട് കൊടുക്കരുത് കേട്ടോ. വെള്ളത്തിൽ മിക്സാക്കിയിട്ട് മാത്രമേ ഇട്ട് കൊടുക്കാൻ പറ്റൂ. അപ്പോൾ ഇത് നമ്മളെ ചിക്കൻ്റെ സ്റ്റോക്ക് നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വരുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കി വെച്ച കോൺഫ്ലോറിൻ്റെ മിക്സിന്ന് ഓരോ ടേബിൾ സ്പൂണായിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഒഴിച്ച് കൊടുക്കട്ടോ. നമുക്ക് ഓരോ പ്രാവശ്യം ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ ടൈറ്റ് എത്രത്തോളം വേണോ അത്രത്തോളം ടൈറ്റാക്കി എടുക്കാം. ഞാനിപ്പോൾ ആദ്യം ഒരു 5 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. പിന്നെ വീണ്ടും അതുപോലെ തന്നെ നല്ലപോലെ മിക്സായിട്ട് പോരാന്ന് തോന്നുമ്പോൾ പിന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓരോ ടേബിൾ സ്പൂൺ വീതം ഒഴിച്ച് കൊടുക്കാം. കോൺഫ്ലോറിൻ്റെ കണക്ക് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഉണ്ടല്ലോ ഓരോരുത്തർക്കും ഓരോ രീതിക്കായിരിക്കുമല്ലോ ചിക്കൻ്റെ വെള്ളം കിട്ടലുണ്ടാവുക. ചില ആൾക്കാർക്ക് കുറച്ച് കുറവായിരിക്കും, ചില ആൾക്കാർക്ക് നല്ല കൂടുതലായിരിക്കും. അപ്പോൾ അത് ഓരോരുത്തരും ഇങ്ങനെ ശ്രദ്ധിച്ചിട്ട് ചെയ്യട്ടാ. നമ്മൾ ഓരോ ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നോക്കാം എത്രത്തോളം ടൈറ്റ് വേണം. ഇത് നമുക്ക് പുഡിങ്ങിൻ്റെ ഒരു ടൈറ്റ് ഉണ്ടാവില്ല, പക്ഷേങ്കിൽ തീരെ ടൈറ്റ് ഇല്ലാണ്ട് പറ്റൂല കേട്ടോ. ഇപ്പോൾ എനിക്കിത് 2 ടേബിൾ സ്പൂൺ കറക്റ്റായിട്ട് വേണ്ട വന്നിന്. ഇപ്പോൾ ഇതിൽ നിങ്ങൾ കാണുന്നുണ്ടാവില്ലേ, നമ്മൾ പുഡിങ്ങൊക്കെ ഉണ്ടാക്കുമ്പം കോൺഫ്ലോർ ഒഴിച്ചിട്ട് ടൈറ്റാക്കി എടുക്കുമല്ലോ, അത്ര ടൈറ്റ് വേണ്ട. എന്നാൽ തീരെ ലൂസായിട്ടും കിടക്കരുത്. ഏകദേശം ഒരു മീഡിയം സൈസിലായിരിക്കണം ഇതിൻ്റെ ടൈറ്റ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ എടുത്ത് കോരി ഇങ്ങനെ ഒഴിക്കുമ്പം നമ്മൾ വലിഞ്ഞ് പോവർ ഇങ്ങനെ ഒരു തുള്ളിയായിട്ട് ഇറ്റണം. പക്ഷേങ്കിൽ തീരെ ഇങ്ങനെ പച്ചവെള്ളം പോലെ കിടക്കാൻ പാടില്ല. അപ്പോൾ ഇതാ നമ്മൾ പരിപാടി കഴിഞ്ഞു. മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ട് മൂടി വെക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ചൂടൊക്കെ മൊത്തമായിട്ട് പോയതിന് ശേഷം ഇത് എടുക്കുന്നത്.
അപ്പോൾ തന്നെ ഏകദേശം ഒരു സെറ്റ് ആവേണ്ട ഒരു രൂപത്തിലായിന് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതെന്തെങ്കിലും ഒഴിച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കണം. ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് റെഡിയായി കിട്ടും കേട്ടോ. ഞാനിത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രേ എടുത്തിട്ടുണ്ടേനും, പക്ഷേങ്കിൽ ഇതിൽ എനിക്ക് ഒഴിക്കാൻ പറ്റിയില്ല കേട്ടോ. ഒഴിച്ച സമയത്ത് ഇത് അത്രത്തോളം എനിക്ക് സാധാരണ എപ്പോൾ ഞാൻ എലി വെച്ചിട്ട് ടൈറ്റാക്കി എടുക്കൽ, കട്ട് ചെയ്തിട്ട് എടുക്കൽ. പക്ഷേങ്കിൽ ഇന്ന് എനിക്ക് ഇതിൽ മൊത്തത്തിലായിട്ട് ഒഴിക്കേണ്ട ഈ ഒരു ഇതില്ല കേട്ടോ. കട്ട് ചെയ്തിട്ട് എടുക്കാനും പറ്റൂല. അപ്പോൾ ഞാൻ പിന്നെ ഒരു ചെറിയൊരു ട്രേ എടുത്തിട്ട് അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അതിൽ കുറച്ച് കട്ടി കൂടുതലാണ്, എന്നാലും കുഴപ്പമില്ല. ഞാൻ കുറച്ച് ഐസ് ട്രേയിലും കൂടി ഒഴിച്ച് വെച്ചു. അങ്ങനെ 2 എണ്ണത്തിലാക്കിയിട്ടാണ് വെച്ചത് ഞാൻ. ഇതിൽ ഞാൻ സാധാരണ ഈ ഒരു സ്റ്റീലിൻ്റെ ഈ ഒരു അതിലാണ് ഒഴിച്ച് വെക്കൽ. അപ്പോൾ എന്നോട് 1-2 ആൾക്കാർ ചോദിച്ചിന് കേട്ടോ, ഞാൻ എൻ്റെ ബീഫ് ബിരിയാണീൻ്റെ സമയത്ത് മാഗി ക്യൂബ് ചേർക്കുമോ ഇതിൽ നിന്ന്. ശരിക്കും പറഞ്ഞാൽ ഇതാട്ടാ ചേർക്കുന്നത്. ഇത് നമുക്ക് എന്തിൽ വേണമെങ്കിലും ചേർക്കാം, പച്ചക്കറിയിൽ പോലും ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അത് രണ്ടും ഫ്രീസറിലേക്ക് വെച്ചിട്ടുണ്ട്. ഫ്രീസറിലോട്ട് വെക്കുന്നുണ്ട്, ഫ്രിഡ്ജിലല്ല വെക്കേണ്ടത്. ഓവർനൈറ്റ് വെച്ചാൽ മതി. ഐസ് മോൾഡിൻ്റെ ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ. രണ്ടും ഫ്രീസറിലേക്ക് കയറ്റിയിട്ട് നമുക്കിനി പിറ്റേ ദിവസം മാത്രമേ ഇത് എടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. പിന്നെ ഇതാ പിറ്റേ ദിവസം ആയ സമയത്ത് ഇത് ഇങ്ങനെയാട്ടാ ഈ ചിക്കൻ ക്യൂബിൻ്റെ അവസ്ഥ ഉണ്ടാവുക. ഇത് നമുക്കുണ്ടല്ലോ പച്ചക്കറിയിലായാലും എന്തിലായാലും ചേർക്കാം, നല്ല ടേസ്റ്റ് കൊടുക്കുന്നൊരു സാധനം കേട്ടോ ഇത്. ഇതിൽ നമ്മൾ അധികം ഒന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ ഇതാ നമ്മൾ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് മുന്നേ നമ്മൾ പുറത്തെടുത്ത് വെക്കണം കേട്ടോ, എന്നാൽ മാത്രമേ നമുക്കിത് കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റൂ. ഇതിൻ്റെ മേലെ നമ്മൾ നല്ല പോലെ കവർ ചെയ്യാൻ പാടില്ല, പക്ഷേങ്കിൽ എന്തെങ്കിലും ഒരു മൂടി വെച്ചിട്ട് മൂടി കൊടുക്കുക കേട്ടോ ഫ്രീസറിലേക്ക് വെക്കുന്ന സമയത്ത്. അപ്പോൾ ഇതാ ഞാൻ ഐസ് മോൾഡിൽ നിന്ന് ഓരോന്ന് ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് കിട്ടും കേട്ടോ, ഐസ് മോൾഡ് ഉള്ളത് പെട്ടെന്ന് കിട്ടും. അതുപോലെ തന്നെ ബാക്കിയുള്ളതും കട്ട് ചെയ്തിട്ട് എടുക്കാൻ പണിയൊന്നുമില്ല, പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഞാനിതെങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതൊക്കെ പറഞ്ഞു തരാം. അതിന് മുന്നേ ഞാൻ ഇതിൽ ഓരോ പീസുകളായിട്ട് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇത് നമുക്ക് സാധാരണ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന മാഗി ക്യൂബ് ഉണ്ടല്ലോ, അതേ ഒരു ടെക്സ്ചർ ആയിരിക്കും കേട്ടോ ഇത്. പക്ഷേ നമ്മൾ ഓരോന്ന് ഐസ് മോൾഡിലൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ ഈ ഒരു ഷേപ്പായിരിക്കും കിട്ടുക. നമ്മുടെ ഐസ് ക്യൂബിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടാവുമല്ലോ, ഈ ഒരു ഷേപ്പിലാണ് കിട്ടുക. നമ്മൾ കട്ട് ചെയ്യുന്നതിൻ്റെ കുറച്ച് മുന്നേ എടുത്ത് മാറ്റി വെക്കട്ടെ. അപ്പോൾ പിന്നെ വേഗം കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. പക്ഷേ ഐസ് മോൾഡുകൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കട്ട് ചെയ്തിട്ട് എടുക്കാം, ഏത് സമയം വേണമെങ്കിലും പെട്ടെന്ന് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇതെങ്ങനെ സ്റ്റോർ ചെയ്യുന്നത് കാണിക്കാം. ഞാനിതാ ഒരു ക്ലീൻ റാപ്പിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ നല്ലപോലെ മടക്കിയിട്ട് വെച്ച് കൊടുക്കട്ടോ. നമുക്ക് കറക്റ്റായിട്ട് മടക്കി വെക്കാം, വേഗം വിട്ട് കിട്ടും കേട്ടോ. നമ്മളിത് ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കണം, നമ്മൾ പുറത്തൊന്നും വെക്കാൻ പറ്റൂല കേട്ടോ, കാരണം ഇത് അലിഞ്ഞു പോകുമല്ലോ. പിന്നെ ഏറ്റവും ബെസ്റ്റായിട്ട് ഉണ്ടാവുക നിങ്ങളത് ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ അതിൽ പൊതിഞ്ഞ് വെക്കുക. എൻ്റെ അടുത്തുള്ളപ്പോൾ ഫോയിൽ പേപ്പറൊക്കെ പിന്നെ കാലിയായിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ക്ലീൻ റാപ്പൊക്കെ ചുറ്റി കാണിച്ചിരുന്നത്. പക്ഷേ ഇങ്ങനെ ചുറ്റിയപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെയും നല്ല അടിപൊളിയായിട്ട് തന്നെ സ്റ്റോർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നി കേട്ടോ. അപ്പോൾ ഞാനിതാ ഐസ് മോൾഡിലുള്ള എല്ലാം ഒന്നായിട്ട് റാപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉണ്ടല്ലോ നമ്മളെ പുഡിംഗ് ട്രേയിൽ വെച്ചത് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇത് കട്ട് ചെയ്യാൻ ഭയങ്കര സിമ്പിളാട്ടോ, പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. പൊട്ടിപ്പോ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുറച്ച് കട്ടിയിലാട്ടാ പറന്ന് വെച്ചത്. ഇനിയിപ്പോൾ നമുക്കുണ്ടല്ലോ ഇതിൽ നേരെ ഇതിൻ്റെ പീസ് എടുത്തിട്ട് ഇതിൻ്റെ നടുവിലൂടെ തന്നെ കട്ട് ചെയ്തിട്ട് എടുത്താലൊന്നും ഒരു കുഴപ്പം ഉണ്ടാവില്ല കേട്ടോ, നമുക്ക് നല്ലപോലെ പീസാക്കി കിട്ടും. അപ്പം ഞാനിതാ ഇത് മൊത്തമായിട്ട് ഷേപ്പ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ട് ഷേപ്പിലോ എന്തിൽ വേണമെങ്കിലും ഒഴിച്ച് വെക്കാം കേട്ടോ. ഇങ്ങനത്തെ ഇതിൽ തന്നെ ഒഴിച്ച് വെക്കണമെന്നൊന്നുമില്ല, എന്തിൽ വേണമെങ്കിലും ഒഴിച്ച് വെക്കാം, എങ്ങനെ വേണമെങ്കിലും സ്റ്റോർ ചെയ്തിട്ട് വെക്കാം കേട്ടോ. സാധാ ഒരു ബോക്സിലിട്ടിട്ടും എങ്ങനെ വേണമെങ്കിലും സ്റ്റോർ ചെയ്തിട്ട് വെക്കാം. ഫോയിൽ തന്നെ വേണമെന്നില്ല കേട്ടോ, നല്ലൊരു ബട്ടർ പേപ്പറോ അതുപോലെ തന്നെ എന്തെങ്കിലും A4 ഷീറ്റ് പോലത്തെ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ പൊതിഞ്ഞിട്ട് വെക്കാം കേട്ടോ. ഫ്രീസറിൽ വെക്കുമ്പം പറ്റി പിടിക്കും, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല. അപ്പോൾ ഇതാ ഞാൻ ഓരോ പീസും കട്ട് ചെയ്തിട്ട് എടുത്ത് വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിപ്പോൾ കുറച്ച് കട്ടിയുള്ള പീസാട്ടോ ഞാൻ ആക്കിയെടുത്തത്, കാരണം കുറച്ച് കട്ടിക്കാണല്ലോ ഞാൻ ഒഴിച്ചത്. ഞാൻ ആദ്യം എടുത്ത പോലത്തെ അലൂമിനിയത്തിൻ്റെ ട്രേ ഉണ്ടെങ്കിൽ അതുപോലെ നൈസായിട്ട് കിട്ടും കേട്ടോ. അങ്ങനത്തെ ഇതിൽ ഒഴിച്ച് വെക്കുകയാണെങ്കിൽ നൈസായിട്ട് കിട്ടും. പക്ഷേങ്കിൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നതിന് ഇങ്ങനത്തെ കുറച്ച് കൂടുതലായിട്ട് കട്ടിയുള്ളതായാലും പ്രശ്നമില്ല. ഇത് ഓരോ പീസ് മതി കേട്ടോ, നമുക്ക് കറിയിലൊക്കെ ഇടാൻ ഓരോ പീസിൻ്റെ ആവശ്യമേ ഉള്ളൂ. അധികം ഉപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ഇതിൽ ചേർക്കാം കേട്ടോ. നിങ്ങൾ ചിക്കൻ വേവിക്കുന്ന സമയത്ത് കുറച്ച് കൂടുതലായിട്ട് ചിക്കൻ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് സാൾട്ടഡ് ആയിട്ടുള്ള ചിക്കൻ്റെ ക്യൂബ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ചെറിയൊരു ബോക്സിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലേക്ക് വീണ്ടും ക്ലീൻ റാപ്പ് വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് വീണ്ടും ലെയർ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ അടുപ്പിച്ച് വെക്കുമോ അട്ടിക്കട്ടി വെക്കുമോ എങ്ങനെ വേണമെങ്കിലും വെക്കാം, ഒരു പ്രശ്നമില്ല. ഒട്ടിപ്പിടിക്കുന്നോ അങ്ങനത്തെ ഒരു കുഴപ്പമില്ല കേട്ടോ. എങ്ങനെ വേണമെങ്കിലും വെക്കുക, അടുപ്പിച്ചോ അട്ടിക്കട്ടിക്കോ എങ്ങനെ വെക്കുക. പക്ഷേ ലെയർ ചെയ്തിട്ട് എടുക്കുമ്പം ചെറിയ എന്തെങ്കിലും കവറോ കാര്യങ്ങളോ വെക്കാം.
ഇപ്പോൾ ഇതാ ഞാൻ നടുവിലൂടെ കട്ട് ചെയ്തിട്ട് എടുത്തതാണ്. ഇപ്പോൾ നമ്മൾ ശരിക്കും നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന മാഗി ക്യൂബ് ഉണ്ടല്ലോ, അതിൻ്റെ ഈ ഒരു അത്ര കട്ടിയേ ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ചെറിയ നടുവിലൂടെ പൊട്ടിച്ചിട്ട് അങ്ങനെ ആക്കിയെടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് കട്ടിയുള്ള പീസുകളാക്കി എടുക്കുക കേട്ടോ. കുറച്ച് വണ്ണുള്ളതാകുമ്പോൾ നമുക്ക് ഒന്ന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലപോലെ അടച്ചിട്ട് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം കേട്ടോ. ഫ്രീസറിൽ തന്നെ വെക്കാൻ ശ്രമിക്കുക, താഴെ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റില്ല കേട്ടോ. ഇതിപ്പോൾ ഇത് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന മാഗി ക്യൂബ് ഉണ്ടല്ലോ, അതിൻ്റെ കവർ കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വെച്ചത് കേട്ടോ. ഇതുപോലെ ചെറിയൊരു പീസ് എടുക്കാം, എന്നിട്ട് ഇതുപോലെ പൊതിഞ്ഞിട്ട് വെക്കാം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ സാധാ ക്ലീൻ റാപ്പൊക്കെ വെച്ചിട്ട് ചുറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചുറ്റിയിട്ട് വെച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. അപ്പോൾ മൊത്തത്തിൽ പൊതിഞ്ഞ് വന്നാൽ ഇങ്ങനെയായിട്ട് ഉണ്ടാവാം. ഇതിപ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന മാഗി ക്യൂബ് കേട്ടോ. ഇത് അതും നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുത്ത മാഗി ക്യൂബാണ്. ഇതിൻ്റെ ഷേപ്പൊക്കെ തമ്മിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. പിന്നെ കളറൊക്കെ ഏകദേശം ഒരുപോലെ തന്നെ, പിന്നെ അതിൻ്റെ ടെക്സ്ചറൊക്കെ വ്യത്യാസം ഉണ്ടാവും. കാരണം ഉണ്ടല്ലോ ഇവർ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിൽ എന്തെങ്കിലുമൊക്കെ അവർ ചേർത്തിട്ടുണ്ടാവും, ഒരുപാട് കാലം നിൽക്കാനൊക്കെ പറ്റിയിട്ടുള്ളത്. നമുക്ക് ഇത് ഫ്രീസറിൽ 2-3 മാസം വരെ മാത്രമേ വെക്കാൻ പറ്റൂ. അതുപോലെ തന്നെ ഈ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടല്ലോ അവർ പല സാധനങ്ങളും ഇതിൽ ചേർക്കും. അത് നമ്മളെ ഹെൽത്തിന് അത്ര നല്ലതായിരിക്കില്ല. പ്രത്യേകിച്ചിട്ടുണ്ടല്ലോ നമ്മൾ ഇപ്പോഴത്തെ സമയത്ത് എന്ന് വെച്ചാൽ നമ്മൾ കൂടുതലായിട്ടും അറബിക് ഡിഷസ് ഉണ്ടാക്കി നോക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും അതിൽ ഉപയോഗിക്കുന്നൊരു സാധനം കേട്ടോ ഈ ഒരു മാഗി ക്യൂബ് എന്ന് പറയുന്നത്. ഏത് ഡിഷ് നോക്കിയാലും അതിലുണ്ടാകും. അതുപോലെ തന്നെ അജിനോമോട്ടോ ഒക്കെ പുറത്തുനിന്ന് വാങ്ങുന്നതിൽ ചേർക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മളെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മളെ വീട്ടിൽ തന്നെ ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കട്ടെ. ഒരു 15 മിനിറ്റ് കുക്കിംഗ് ടൈമേ വേണ്ടൂ. ബാക്കി നമുക്ക് ഫ്രീസറിൽ വെച്ചാൽ ഏത് സമയം വേണമെങ്കിലും പിറ്റേ ദിവസം തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കണമെന്നൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഓരോ പീസ് കട്ട് ചെയ്തിട്ട് എടുത്താലും ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ഓരോ പീസ് കട്ട് ചെയ്ത് നമ്മൾ ചിക്കൻ കറിയോ പച്ചക്കറിയോ എന്താണോ ഉണ്ടാക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്തിൽ ചേർത്താലും നല്ല ടേസ്റ്റ് ആട്ടോ. നല്ലൊരു ചിക്കൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ കിട്ടും. കടലക്കറിയിലൊക്കെ സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തേട്ടോ, അല്ലെങ്കിൽ മറന്നു പോവും. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ഫാമിലീസിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടുത്ത വീഡിയോ കൊണ്ട് വരുന്നവരെ താങ്ക് യു, ബൈ, സീ യു.